ഹലോ എവ്രി വൺ. എൻ്റെ കയ്യിലുള്ള കുറച്ച് MDF ബോർഡും ഒന്ന് രണ്ടെണ്ണം ഞാൻ പണ്ട് വാങ്ങി വെച്ചതിൽ കുറച്ച് സ്റ്റോക്ക് ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരു MDF ബോർഡും പിന്നെ കുറച്ച് കോട്ടൺ യാൺ, വൈറ്റ് കളറായിട്ടുള്ള കോട്ടൺ യാൺ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് ജൂട്ട്, അത് ഞാൻ അടുത്തുള്ള കടയിൽ നിന്ന് കുറച്ച് മേടിച്ചു. ഇതൊക്കെ എൻ്റെ കയ്യിൽ കുറച്ചുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു, പിൻട്രസ്റ്റ് ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് നല്ല വോൾ ഹാങ്ങിൻ്റെ കുറച്ച് പിക്ക് കണ്ടു. സോ ഞാൻ വിചാരിച്ചു ഒന്ന് ചെയ്ത് നോക്കിയാലോ, ചിലപ്പോൾ നന്നായാലോ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അങ്ങനെ ഒരു വോൾ ഹാങ്ങിങ് ആണ്. നമുക്ക് നോക്കാം. എൻ്റെ കയ്യിലുള്ള ജൂട്ട്, പിന്നെ യാൺ ഓഫ് വൈറ്റ് കളറിലുള്ള യാണാണ്, കോട്ടൺ യാൺ. പിന്നെ 2 ബോട്ടിൽ ഫെവിക്കോൾ ഉണ്ട്. ഒരു ഫുള്ളായിട്ടുള്ള ഒരു MDF ബോർഡാണ്, റൗണ്ട് ഷേപ്പിലുള്ള MDF ബോർഡാണ് എൻ്റെ കയ്യിലുണ്ടായിരുന്നത്. ഞാനതെടുത്ത് ഈക്വൽ ഹാഫ്സ് ആക്കി. എനിക്കൊരു ഹാഫ് സർക്കിൾ മോഡലിലുള്ള ഒരു വോൾ ഹാങ്ങിങ് ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം. സോ ഞാനത് ഈക്വൽ ഹാഫ്സ് ആക്കി. നൗ ലെറ്റ്സ് സ്റ്റാർട്ട് ദ വർക്ക്. ഞാൻ ആദ്യം ഫെവിക്കോള് ആ കാർഡ്ബോർഡിൽ MDF ബോർഡിൽ ഞാൻ അപ്ലൈ ചെയ്തു. വൈറ്റ് യാൺ എടുത്ത് അത് മെല്ലെ ആ ഹാഫ് സർക്കിളിൻ്റെ അതേ ഷേപ്പിൽ ഞാനത് പേസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. എനിക്കൊരു മൾട്ടിപ്പിൾ ലെയർ വേണമായിരുന്നു. സോ റിപ്പീറ്റഡ്ലി ഇതേ സെയിം സാധനം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ബോർഡറിൽ കുറച്ച് സ്പേസ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അവിടെ ഞാൻ പേസ്റ്റ് ചെയ്തിട്ടില്ല. ബിക്കോസ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ ഈ ബോർഡർ മൊത്തമായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് ആ ബോർഡറിൽ ചെറിയൊരു പണിയുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഒരു കുഞ്ഞു സ്പേസ് ഞാൻ അവിടെ ഒഴിച്ചു വെച്ചിട്ടുണ്ട്. നൗ ഒരു അറൗണ്ട് ഒരു 13-14 ലെയേഴ്സ് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് പോവാം. ജൂട്ട് ഞാൻ എടുത്തിട്ട് ഈ തലമുടിയൊക്കെ പിന്നിടുന്ന പോലെ ഞാൻ പിന്നിട്ട് കൊടുക്കുകയാണ്. കാരണം ഇത് വളരെ നേരിയ ജൂട്ടാണ്. അപ്പോൾ ഇത് പേസ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ ഒരുപാട് ടൈം കൺസ്യൂമിങ് ആണ്. സോ ഞാനിത് പിന്നിട്ട് ഇച്ചിരി വീതിയിൽ അത് പേസ്റ്റ് ചെയ്യാനുള്ള പരിപാടിയിലാണ്. പിന്നെ അത് മാത്രമല്ല, പിന്നിട്ട് കഴിഞ്ഞപ്പോൾ അത് നല്ല ഭംഗിയും തോന്നി. അത് പേസ്റ്റ് ചെയ്തപ്പോൾ ഭയങ്കര രസമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. നെക്സ്റ്റ് പിന്നിയിട്ട ജൂട്ടിൻ്റെ താഴെ ഞാൻ ജൂട്ടിൻ്റെ തന്നെ നേരിയ ത്രെഡ്സ് ഓരോ ത്രെഡ് എടുത്തിട്ട് ഞാൻ അവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇച്ചിരി ശ്രമകരമായ പരിപാടിയാണ്, ബട്ട് സ്റ്റിൽ വർത്ത് ആണെന്ന് എനിക്ക് തോന്നി. കാരണം ഭംഗിയുണ്ട്. അപ്പം ഞാനതൊരു മൾട്ടിപ്പിൾ ലെയേഴ്സ് ജൂട്ടിൻ്റെ ആ ത്രെഡ് ഞാനിങ്ങനെ വെച്ച് പേസ്റ്റ് ചെയ്തതാണ്. ഇതിന് താഴെ 1 more ലെയർ പിന്നിട്ട ജൂട്ട് തന്നെ വെച്ച് കൊടുക്കുകയാണ്. ഇതിന് ശേഷം ഞാൻ നമ്മുടെ ജൂട്ടിൻ്റെ തന്നെ നേരിയ ത്രെഡ് എടുത്ത് അത് ചുരുട്ടി ഒരു സർക്കിൾ രൂപത്തിലാക്കി, അങ്ങനെ 5 സർക്കിൾസ് ഉണ്ടാക്കി അത് ഡയറക്റ്റ് ഇതിൻ്റെ താഴെ ഞാൻ പേസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഒരു കംപ്ലീറ്റ് ലെയർ നല്ല ഭംഗി എനിക്ക് ഫീൽ ചെയ്തു. നെക്സ്റ്റ് ഞാൻ വീണ്ടും നമ്മുടെ ഓഫ് വൈറ്റ് കോട്ടൺ യാണിലേക്ക് വന്നു. വീണ്ടും അത് ഓരോ ലെയർ ബൈ ലെയർ ആയിട്ട് ഞാൻ ബാക്കിയുള്ള സ്പേസിൽ കൂടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. ഏറ്റവും ലാസ്റ്റ് ആ ചെറിയ സെൻറ്റർ പോർഷനിൽ പിന്നീട്ട യാണിൻ്റെ ഒരു ചെറിയ ഭാഗം കട്ട് ചെയ്ത് കിടക്കുന്നുണ്ടായിരുന്നു. അതും കൂടി വെച്ച് ഞാൻ മൊത്തം ആയിട്ട് ഫിനിഷ് ചെയ്തു. നമ്മൾ നേരത്തെ പറഞ്ഞ ഒഴിച്ചിട്ട ഒരു പോർഷനില്ലേ, ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ ഒരു ലെയർ ഞാൻ ഒഴിച്ച് വെച്ചിരുന്നു, അത് ഫില്ല് ചെയ്യുകയാണ് ഇനി അടുത്ത പരിപാടി. അതിനുവേണ്ടി ഞാനൊരു ലോങ് ആയിട്ടുള്ള ഒരു സെയിം കോട്ടൺ ത്രെഡ് എടുത്തു. അതിലേക്ക് കുഞ്ഞി ഏകദേശം ഒരേ ലെങ്ത്തുള്ള കുഞ്ഞിയായിട്ടുള്ള ഈ ത്രെഡ് തന്നെ ഞാൻ ചെറുങ്ങനെ ടൈ ചെയ്തിട്ടു. നെക്സ്റ്റ് ഒരു ചീർപ്പ് യൂസ് ചെയ്തിട്ട് ഈ യാണിൽ
ഈ ഇഴകളൊക്കെ വേർപെടുത്താൻ വേണ്ടി ഞാൻ നന്നായിട്ട് ബ്രഷ് ചെയ്ത് കൊടുത്തു. എന്നിട്ടത് ആ ഒരു ലെയർ ഞാൻ അവിടെ ഫിക്സ് ചെയ്തു, പേസ്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. ഇപ്പോഴും അതൊരു നല്ലൊരു സെമി സർക്കിൾ ആയിട്ടില്ല. സോ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്തു. സിസർ യൂസ് ചെയ്തിട്ട് എക്സ്ട്രാസ് ഉള്ള ആ ഒരു ത്രെഡൊക്കെ മുറിച്ച് നല്ലൊരു സെമി സർക്കിളായിട്ട് ഞാനത് ഫിനിഷ് ചെയ്ത് കൊടുത്തു. ഇതാ നമ്മുടെ ഫൈനൽ പ്രൊഡക്റ്റ് റെഡി ആയിട്ടുണ്ട്. ഒരു ഈസ്തറ്റിക് ആയിട്ടുള്ള വാൾ ഹാങ്ങിങ്. ഞാൻ എക്സ്പെക്റ്റ് ചെയ്തതിലും നന്നായിട്ടുണ്ട്. ഞാൻ ഇത്ര നന്നാവുമെന്ന് വിചാരിച്ചില്ല. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. പറ്റുമെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സോ ബൈ.